ഇന്ന് നമ്മൾ നിൽക്കുന്നത് പോണ്ടിച്ചേരിയിലെ ഏറ്റവും വിശുദ്ധവും ചരിത്ര പ്രാധാന്യവുമുള്ളതുമായ ഒരു സ്ഥലത്താണ്. നമ്മുടെ പിന്നിൽ കാണുന്നത് പരിശുദ്ധ കന്യകാമറിയത്തിന് സമർപ്പിക്കപ്പെട്ട അവർ ലേഡി ഓഫ് ഏഞ്ചൽസ് ചർച്ച്, മലയാളത്തിൽ പറഞ്ഞാൽ മാലാഖമാരുടെ രാജ്ഞിയായ പരിശുദ്ധ അമ്മയുടെ ദേവാലയം. പോണ്ടിച്ചേരി എന്ന് കേൾക്കുമ്പോൾ പലരുടെയും മനസ്സിലേക്ക് ആദ്യം വരുന്നത് ഫ്രഞ്ച് ശൈലിയിലുള്ള തെരുവുകളും മനോഹരമായ ബീച്ചുകളും കഫേകളുമായിരിക്കും. എന്നാൽ അതിനപ്പുറം നൂറ്റാണ്ടുകളുടെ വിശ്വാസവും ചരിത്രവും സംസ്കാരവും പേറി നിൽക്കുന്ന നിരവധി പുരാതന ദേവാലയങ്ങളും ഈ നഗരത്തിന്റെ അഭിമാനമാണ്. അവയെല്ലാം ഓരോന്നായി പരിചയപ്പെടുന്നതിനു മുമ്പ് ഇന്ന് നമുക്ക് ഈ മനോഹരമായ ദേവാലയത്തെ അടുത്തറിയാം. എന്തുകൊണ്ടാണ് ഈ പള്ളിക്ക് അവർ ലേഡി ഓഫ് ഏഞ്ചൽസ് എന്ന പേര് ലഭിച്ചത്? ആരാണിത് നിർമ്മിച്ചത്? എപ്പോഴാണിത് പണിതത്? ഫ്രഞ്ച് ഭരണകാലവുമായി ഈ പള്ളിക്ക് എന്താണ് ബന്ധം? അതിൻ്റെ അതുല്യമായ വാസ്തുവിദ്യയും അകത്തളങ്ങളുടെ പ്രത്യേകതകളും എന്തൊക്കെയാണ്? ഇന്നത്തെ യാത്രയിൽ ആ ചോദ്യങ്ങൾക്കൊക്കെയും ഉത്തരങ്ങൾ തേടിക്കൊണ്ട് ഈ ദേവാലയത്തിന്റെ ചരിത്രവും ആത്മീയതയും ഓരോ കോണും നമുക്ക് ഒരുമിച്ച് കണ്ടറിയാം. അതിനാൽ സമയം കളയാതെ പോണ്ടിച്ചേരിയുടെ ഹൃദയഭാഗത്ത് തലയുയർത്തി നിൽക്കുന്ന ഈ അത്ഭുതകരമായ പൈതൃക ദേവാലയത്തിലേക്ക് നമുക്ക് കടക്കാം. ഫ്രഞ്ച് പൈതൃകവും ആത്മീയതയും ഒരുപോലെ അനുഭവിക്കാൻ കഴിയുന്ന ഒരു മനോഹര സ്ഥലമാണ് പോണ്ടിച്ചേരിയിലെ അവർ ലേഡി ഓഫ് ഏഞ്ചൽസ് ചർച്ച്. വൈറ്റ് ടൗണിന്റെ ഹൃദയഭാഗത്ത് കടൽക്കാറ്റിന്റെ സാന്നിധ്യത്തിൽ നിൽക്കുന്ന ഈ ദേവാലയം ആദ്യ കാഴ്ചയിൽ തന്നെ മനസ്സ് കീഴടക്കും. നിർമ്മിക്കപ്പെട്ട ഈ പള്ളി ഗ്രീക്കോ റോമൻ ശൈലിയിലുള്ള വാസ്തുവിദ്യയുടെ മനോഹര ഉദാഹരണമാണ്. ഫ്രഞ്ച് ഭരണകാലത്തിന്റെ സ്വാധീനം ഇന്നും ഓരോ ചുമരിലും ഓരോ വളവിലും കാണാം. പാസ്റ്റൽ നിറങ്ങളും ശാന്തമായ അന്തരീക്ഷവും ചേർന്ന് ഈ പള്ളിയെ പോണ്ടിച്ചേരിയിലെ ഏറ്റവും ശ്രദ്ധേയമായ ലാൻഡ്മാർക്കുകളിൽ ഒന്നാക്കി മാറ്റുന്നു. ഈ പള്ളിയുടെ മറ്റൊരു പ്രത്യേകത എന്താണെന്നാൽ ഇവിടെ വിശുദ്ധ കുർബാന ഫ്രഞ്ച്, തമിഴ്, ഇംഗ്ലീഷ് എന്നീ 3 ഭാഷകളിലും നടത്തപ്പെടുന്നു. ഭാഷകളെ മറികടന്ന് വിശ്വാസവും സംസ്കാരവും എങ്ങനെ ഒന്നിക്കുന്നു എന്നതിൻ്റെ മനോഹരമായ ഉദാഹരണമാണിത്. അകത്തേക്ക് കടക്കുമ്പോൾ നിറമേറിയ സ്റ്റീൻഡ് ഗ്ലാസ് ജനലുകളും മനോഹരമായ അൾത്താരയും ശാന്തമായ പ്രാർത്ഥനാ അന്തരീക്ഷവും സന്ദർശകർക്ക് ആത്മീയമായൊരു അനുഭവം സമ്മാനിക്കുന്നു. പുറത്തേക്കിറങ്ങിയാൽ അടുത്തുതന്നെ ബംഗാൾ ഉൾക്കടലിന്റെ മനോഹര കാഴ്ചയും ആസ്വദിക്കാം. ഫോട്ടോഗ്രഫി ഇഷ്ടപ്പെടുന്നവർക്കും ചരിത്രമറിയാൻ ആഗ്രഹിക്കുന്നവർക്കും അല്ലെങ്കിൽ കുറച്ച് നിമിഷങ്ങൾ മനസ്സമാധാനത്തോടെ ചെലവഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഈ സ്ഥലം മികച്ചൊരു തെരഞ്ഞെടുപ്പാണ്. പോണ്ടിച്ചേരി സന്ദർശിക്കുമ്പോൾ ബീച്ചുകളും കഫേകളും മാത്രമല്ല, നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ ദേവാലയവും നിങ്ങളുടെ യാത്രയിൽ ഉൾപ്പെടുത്താൻ മറക്കരുത്. കാരണം ഇവിടെ കാണുന്നത് ഒരു കെട്ടിടം മാത്രമല്ല, ചരിത്രവും വിശ്വാസവും ഫ്രഞ്ച് പൈതൃകവും ഒത്തുചേരുന്ന ഒരു സവിശേഷ അനുഭവമാണ്. പോണ്ടിച്ചേരിയിലെ വൈറ്റ് ടൗണിലൂടെ നടക്കുമ്പോൾ ഫ്രഞ്ച് കോളനിക്കാലത്തിന്റെ ഓർമ്മകൾ ഇന്നും ജീവനോടെ നിലനിൽക്കുന്ന ഒരു മനോഹര ദേവാലയം കണ്ണിൽപ്പെടും. അതാണ് അവർ ലേഡി ഓഫ് ഏഞ്ചൽസ് ചർച്ച്.
ഫ്രഞ്ചിൽ ഏഗ്ലീസ് നോട്രഡാം ഡേസ് ഓഞ്ച് എന്നറിയപ്പെടുന്ന ഈ ചരിത്ര പ്രസിദ്ധമായ പള്ളി ഒരു ആരാധനാലയം മാത്രമല്ല ഇത്. ഏകദേശം 2 നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള ഫ്രഞ്ച് പൈതൃകത്തിൻ്റെയും യൂറോപ്യൻ വാസ്തുവിദ്യയുടെയും ക്രൈസ്തവ വിശ്വാസത്തിൻ്റെയും അപൂർവ സംഗമമാണ്. ചരിത്രത്തിന്റെ തുടക്കം. ഈ പള്ളിയുടെ കഥ 1855 മാത്രം ആരംഭിക്കുന്നില്ല. 17-ാം നൂറ്റാണ്ടിൽ ഫ്രഞ്ച് കപ്പൂച്ചിൻ മിഷണറിമാർ പോണ്ടിച്ചേരിയിലെത്തിയതോടെയാണ് ഈ പ്രദേശത്ത് സംഘടിതമായ കത്തോലിക്ക മിഷൻ പ്രവർത്തനങ്ങൾ ശക്തമായത്. കാലക്രമേണ നിരവധി തവണ പള്ളികൾ പണിയുകയും യുദ്ധങ്ങളും അധിനിവേശങ്ങളും മൂലം അവ നശിക്കുകയും വീണ്ടും പുനർനിർമ്മിക്കപ്പെടുകയും ചെയ്തു. ഇന്നുള്ള കെട്ടിടം 1851 ആരംഭിച്ച നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഫലമായി 1855 പൂർത്തിയായി. ആരാണ് ഈ പള്ളി പണികഴിപ്പിച്ചത്? ഇപ്പോഴുള്ള ദേവാലയത്തിന്റെ നിർമ്മാണം ഫ്രഞ്ച് സാമ്രാജ്യാധിപനായ നപ്പോളിയൻ മൂന്നാമന്റെ ഭരണകാലത്താണ് നടന്നത്. പദ്ധതിയുടെ രൂപകൽപ്പനയ്ക്ക് നേതൃത്വം നൽകിയതായി പൊതുവെ അംഗീകരിക്കപ്പെടുന്നത് ഫ്രഞ്ച് എഞ്ചിനീയറും ആർക്കിടെക്റ്റുമായ ലൂയി ഗെയർ ആണ്. അതുകൊണ്ടുതന്നെ ഈ ദേവാലയത്തിൽ ഫ്രഞ്ച് ശൈലിയുടെ സ്വാധീനം വളരെ വ്യക്തമായി കാണാം. നപ്പോളിയൻ III, ലൂയി ഗെയർ. പുറംഭാഗത്തിന്റെ വാസ്തുവിദ്യ. ആദ്യ കാഴ്ചയിൽ തന്നെ ഈ പള്ളിയുടെ സമമിതിയുള്ള മുൻവശവും ക്ലാസിക്കൽ ശൈലിയുള്ള തൂണുകളും ശ്രദ്ധ പിടിച്ചുപറ്റും. ഗ്രീക്കോ റോമൻ ആർക്കിടെക്ചറിന്റെ സ്വാധീനമാണ് ഇവിടെ പ്രധാനമായും കാണുന്നത്. യൂറോപ്യൻ ക്ഷേത്ര ശൈലിയെ അനുസ്മരിപ്പിക്കുന്ന രൂപകൽപ്പനയും സമതുലിതമായ അനുപാതങ്ങളും ദേവാലയത്തിന് ഗംഭീരമായ ഭാവം നൽകുന്നു. പള്ളിയുടെ മുൻഭാഗത്തുള്ള ഇരട്ട ഗോപുര സദൃശ ഘടനകൾ ഒരിക്കൽ ഘടികാരങ്ങളും മണിനാദ സംവിധാനവും ഉൾക്കൊണ്ടിരുന്നു. പഴയ കാലത്ത് നിശ്ചിത ഇടവേളകളിൽ മുഴങ്ങുന്ന മണിനാദം പ്രദേശത്തിന്റെ പ്രധാന സമയസൂചികകളിൽ ഒന്നായിരുന്നുവെന്നാണ് രേഖകൾ സൂചിപ്പിക്കുന്നത്. ഇന്നത്തെ പാസ്റ്റൽ നിറങ്ങൾക്ക് മുൻപ് ഈ ദേവാലയം മുഴുവനായും വെള്ള നിറത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് വൈറ്റ് ചാപ്പൽ എന്ന പേരിലും അറിയപ്പെട്ടു. ചുണ്ണാമ്പും മുട്ടയുടെ ഘടകങ്ങളും ചേർത്ത പ്രത്യേക മിശ്രമം ഉപയോഗിച്ച് മാർബിൾ പോലൊരു ഭാവം സൃഷ്ടിച്ചതായി വിവരിക്കപ്പെടുന്നു. പിന്നീട് പുറംഭാഗത്തിന്റെയും അകത്തളങ്ങളുടെയും നിറങ്ങളിൽ മാറ്റങ്ങൾ വരുത്തി. അകത്തളങ്ങളുടെ സൗന്ദര്യം. പള്ളിക്കകത്ത് കടന്നാൽ അനുഭവപ്പെടുന്നത് ശാന്തതയും ലാളിത്യവുമാണ്. ഉയർന്ന മേൽക്കൂരയും നീളമേറിയ ആരാധനാ മണ്ഡപവും സ്വാഭാവിക വെളിച്ചം മനോഹരമായി അകത്തേക്കെത്തുന്ന രീതിയിലുള്ള രൂപകൽപ്പനയും അതിൻ്റെ പ്രത്യേകതകളാണ്. ചുവപ്പ്, നീല, മഞ്ഞ എന്നീ നിറങ്ങളിലുള്ള സ്റ്റെയിൻഡ് ഗ്ലാസ് ജനലുകൾ സൂര്യപ്രകാശം അകത്തേക്ക് കടത്തിവിടുമ്പോൾ
ആരാധനാലയത്തിന് അതുല്യമായ ദൃശ്യഭംഗി നൽകുന്നു. വെളിച്ചവും നിറങ്ങളും ചേർന്ന് സൃഷ്ടിക്കുന്ന ആ അന്തരീക്ഷം ധ്യാനത്തിനും പ്രാർത്ഥനയ്ക്കും അനുയോജ്യമായൊരനുഭവമാണ്. അൾത്താർ ഭാഗം ലളിതമായിരുന്നാലും ഗൗരവം നിലനിർത്തുന്ന രീതിയിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ചരിത്രപരമായി അവർ ലേഡി ഓഫ് ഏഞ്ചൽസിനോടുള്ള സമർപ്പണമാണ് ഈ ദേവാലയത്തിന്റെ ആധാരമെങ്കിലും ഇന്നത്തെ അൾത്താറിൽ വിശുദ്ധ കുരിശിനാണ് പ്രധാന സ്ഥാനം നൽകിയിരിക്കുന്നത്. ഫ്രഞ്ച് പൈതൃകത്തിന്റെ സാക്ഷ്യം. പോണ്ടിച്ചേരി ഒരു കാലത്ത് ഫ്രഞ്ച് കോളനിയായിരുന്നു. അതിന്റെ സാംസ്കാരിക സ്വാധീനം ഈ പള്ളിയുടെ എല്ലാ ഭാഗങ്ങളിലും കാണാം. യൂറോപ്യൻ നഗരങ്ങളിലെ ആരാധനാലയങ്ങളെ ഓർമ്മിപ്പിക്കുന്ന രൂപകൽപ്പന, ഫ്രഞ്ച് തെരുവുകളുടെ പശ്ചാത്തലം, കടലിനോട് ചേർന്നുള്ള സ്ഥാനം, ഇവയെല്ലാം ചേർന്ന് ഈ ദേവാലയത്തെ ഇന്ത്യയിലെ ഏറ്റവും വ്യത്യസ്തമായ കത്തോലിക്ക പള്ളികളിൽ ഒന്നാക്കി മാറ്റുന്നു. ഈ പള്ളിയുടെ അപൂർവ പ്രത്യേകത, ഈ ദേവാലയത്തെ മറ്റുള്ളവയിൽ നിന്ന് വേറിട്ട് നിർത്തുന്ന ഏറ്റവും വലിയ സവിശേഷതകളിലൊന്ന് ഇവിടെ വിശുദ്ധ കുർബാന ഫ്രഞ്ച്, തമിഴ്, ഇംഗ്ലീഷ് എന്നീ 3 ഭാഷകളിലും നടത്തപ്പെടുന്നതാണ്. പോണ്ടിച്ചേരിയുടെ ബഹുസാംസ്കാരിക പാരമ്പര്യത്തെ പ്രതിഫലിപ്പിക്കുന്ന മനോഹരമായൊരു ഉദാഹരണമാണിത്. കടലിനോടുള്ള ബന്ധം. പള്ളി കിഴക്കോട്ട് ബംഗാൾ ഉൾക്കടലിനെ അഭിമുഖീകരിച്ചാണ് സ്ഥിതി ചെയ്യുന്നത്. പ്രഭാത സമയത്ത് കടലിൽ നിന്നെത്തുന്ന പ്രകാശം ദേവാലയത്തിന്റെ മുൻഭാഗത്തെ പ്രകാശിപ്പിക്കുമ്പോൾ അതൊരു ചിത്രത്തെ പോലെ മനോഹരമാകുന്നു. അതുകൊണ്ടുതന്നെ ഫോട്ടോഗ്രാഫർമാരും ചരിത്രാസ്വാദകരും സഞ്ചാരികളും ഒരുപോലെ ഈ സ്ഥലം സന്ദർശിക്കുന്നു. മണികളും പ്രതിമകളും. പള്ളിയിലെ ചില മണികൾ ഫ്രാൻസിൽ നിന്ന് കൊണ്ടുവന്നതാണെന്ന് കരുതപ്പെടുന്നു. കൂടാതെ ഫ്രഞ്ച് ചരിത്രത്തിലെ പ്രമുഖ വ്യക്തിത്വമായ ജോൺ ഓഫ് ആർക്കിന്റെ പ്രതിമയും ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ടെന്നത് ശ്രദ്ധേയമാണ്. ഇത്തരം ഘടകങ്ങൾ ഈ ദേവാലയത്തിന്റെ ഫ്രഞ്ച് പൈതൃക ബന്ധം കൂടുതൽ ശക്തമാക്കുന്നു.
ജോൻ ഓഫ് ആർക്ക് സന്ദർശിക്കേണ്ടത് എന്തുകൊണ്ട്? നിങ്ങളൊരു ചരിത്രപ്രേമിയാണോ? ആർക്കിടെക്ചർ ആസ്വദിക്കുന്ന ആളാണോ? അല്ലെങ്കിൽ മനസ്സമാധാനം തേടുന്ന ഒരു യാത്രികനാണോ? ഏതു വിഭാഗത്തിൽപ്പെട്ടവരായാലും ഈ ദേവാലയം നിരാശപ്പെടുത്തില്ല. ഇവിടെ ഓരോ ചുമരും ഒരു കഥ പറയുന്നു. ഓരോ തൂണും ഫ്രഞ്ച് കോളനി കാലത്തിന്റെ ഓർമ്മകൾ പങ്കുവയ്ക്കുന്നു. ഓരോ ജനലും നിറങ്ങളിലൂടെ ഒരു ആത്മീയ അനുഭവം സൃഷ്ടിക്കുന്നു. അതിനാൽ പോണ്ടിച്ചേരിയിലേക്കുള്ള നിങ്ങളുടെ അടുത്ത യാത്രയിൽ ബീച്ചുകളും കഫേകളും മാത്രമല്ല, ഈ ചരിത്ര സ്മാരകവും സന്ദർശിക്കാൻ സമയം മാറ്റിവെക്കൂ. കാരണം അവർ ലേഡി ഓഫ് ഏഞ്ചൽസ് ചർച്ച് ഒരു പള്ളി മാത്രമല്ല, ചരിത്രവും കലയും ആത്മീയതയും ഒന്നിച്ചു ചേരുന്ന ജീവിച്ചിരിക്കുന്ന ഒരു പൈതൃക സ്മാരകമാണ്. ഇപ്പോൾ നമ്മൾ ഈ ദൈവാലയത്തിന്റെ പുറംഭാഗം ഒന്ന് ശ്രദ്ധിച്ചു നോക്കാം. ആദ്യ കാഴ്ചയിൽ തന്നെ ആരെയും ആകർഷിക്കുന്നത് ഇതിന്റെ വിശാലവും വൃത്തിയോടെ പരിപാലിക്കപ്പെടുന്ന അങ്കണമാണ്. നഗരത്തിന്റെ തിരക്കുകൾക്കിടയിലും ഇവിടെ നിൽക്കുമ്പോൾ അനുഭവപ്പെടുന്നത് അപൂർവമായൊരു ശാന്തതയാണ്. പ്രാർത്ഥനയ്ക്കും ധ്യാനത്തിനും അനുയോജ്യമായ അന്തരീക്ഷം ഈ വിശാലമായ മുറ്റം സൃഷ്ടിച്ചെടുക്കുന്നു. ഈ ദൈവാലയത്തിന്റെ മറ്റൊരു പ്രത്യേകത വിവിധ ദിശകളിൽ നിന്ന് ഭക്തർക്കും സന്ദർശകർക്കും എളുപ്പത്തിൽ പ്രവേശിക്കാനാകുന്ന പ്രവേശന കവാടങ്ങളാണ്. പ്രധാന മുഖവാതിലിനു പുറമെ വശങ്ങളിലൂടെയും പ്രവേശിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ആസൂത്രണം ഈ ആരാധനാലയത്തിന്റെ തുറന്ന മനസ്സിനെയും എല്ലാവരെയും സ്വാഗതം ചെയ്യുന്ന സ്വഭാവത്തെയും പ്രതിഫലിപ്പിക്കുന്നതുപോലെ തോന്നും. വലിയ തിരുനാളുകളിലും വിശേഷ ദിവസങ്ങളിലും ഒരേ സമയം നിരവധി ആളുകൾക്ക് സുഗമമായി പ്രവേശിക്കാനും പുറത്തേക്കിറങ്ങാനും ഈ ക്രമീകരണം സഹായകമാണ്. മുൻവശത്തേക്ക് നോക്കുമ്പോൾ ഏറ്റവും ശ്രദ്ധേയമായി കാണുന്നത് അതിന്റെ സമമിതിയുള്ള രൂപകൽപ്പനയാണ്. കെട്ടിടത്തിന്റെ ഇടതുവശവും വലതുവശവും ഏതാണ്ട് ഒരേ അനുപാതത്തിൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് യൂറോപ്യൻ ക്ലാസിക്കൽ വാസ്തുവിദ്യയുടെ പ്രധാന സവിശേഷതകളിലൊന്നാണ്. മധ്യഭാഗത്തുള്ള ഉയർന്ന മുഖഛായയും അതിനെ അലങ്കരിക്കുന്ന മനോഹരമായ തൂണുകളും നോക്കുമ്പോൾ ഒരു രാജകീയ ഗാംഭീര്യം അനുഭവപ്പെടുന്നു. ഗ്രീക്ക് റോമൻ ശൈലിയുടെ സ്വാധീനം ഈ ദൈവാലയത്തിന്റെ രൂപകൽപ്പനയിൽ വ്യക്തമായി കാണാം. നേരായ രേഖകളും അളവിലുള്ള കൃത്യതയും അലങ്കാരത്തിന്റെ അമിതത്വം ഒഴിവാക്കിയ ലാളിത്യവും ചേർന്ന് കെട്ടിടത്തിനൊരു കാലാതീതമായ ഭംഗി നൽകുന്നു. ഫ്രഞ്ച് കോളനി ഭരണകാലത്ത് രൂപം കൊണ്ട ഈ ശൈലി അന്നത്തെ യൂറോപ്യൻ കലാപാരമ്പര്യത്തിന്റെ പ്രതിഫലനമാണ്. ചുണ്ണാമ്പ് ഉപയോഗിച്ചുള്ള പരമ്പരാഗത നിർമ്മാണ രീതിയാണ് കെട്ടിടത്തിന്റെ ദൃഢതയ്ക്ക് അടിത്തറയായത്. കടലിനോട് വളരെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ദൈവാലയം വർഷങ്ങളായി ഈർപ്പവും ഉപ്പുകാറ്റും സഹിച്ചുകൊണ്ട് ഇന്നും അതിന്റെ പ്രൗഢി നിലനിർത്തുന്നത് അന്നത്തെ ശില്പികളുടെയും എഞ്ചിനീയർമാരുടെയും മികവിന്റെ തെളിവാണ്. പുറംഭിത്തികളിൽ അനാവശ്യമായ അലങ്കാരങ്ങൾ വളരെ കുറവാണ്. പകരം ലാളിത്യത്തിനും സമതുലിതമായ അനുപാതങ്ങൾക്കും പ്രാധാന്യം നൽകിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ കെട്ടിടത്തിന്റെ സൗന്ദര്യം അതിന്റെ ഭീമാകാര രൂപത്തിലോ നിറപ്പകിട്ടിലോ അല്ല, മറിച്ച് അതിന്റെ അളവിലുള്ള കൃത്യതയും ശാന്തമായ ഗാംഭീര്യത്തിലുമാണ്. മുകളിലേക്ക് കണ്ണോടിച്ചാൽ കാണുന്ന വളഞ്ഞ മീൽഭാഗങ്ങളും
ക്ലാസിക്കൽ ശൈലിയിലുള്ള രൂപരേഖകളും ഈ ദൈവാലയത്തെ പോണ്ടിച്ചേരിയിലെ മറ്റു പല കെട്ടിടങ്ങളിൽ നിന്നും വേറിട്ട് നിർത്തുന്നു. സൂര്യപ്രകാശം മുൻഭാഗത്ത് പതിക്കുമ്പോൾ അതിൻ്റെ ഓരോ രേഖയും ഓരോ വളവും കൂടുതൽ വ്യക്തമായി തെളിഞ്ഞു വരികയും കെട്ടിടത്തിന് ഒരു ചിത്രസമാന ഭംഗി നൽകുകയും ചെയ്യുന്നു. ഈ ദേവാലയം ഒരു ആരാധനാലയം മാത്രമല്ല, ഫ്രഞ്ച് ചരിത്രവും യൂറോപ്യൻ വാസ്തുവിദ്യയും ഇന്ത്യൻ മണ്ണിൽ എങ്ങനെ മനോഹരമായി ഇഴചേർന്നുവെന്നതിൻ്റെ ജീവനുള്ള സാക്ഷ്യമാണ്. അതുകൊണ്ടുതന്നെ ഇവിടെ എത്തുന്നവർ പ്രാർത്ഥനയ്ക്ക് മാത്രമല്ല, ഈ അതുല്യമായ നിർമ്മാണകല അടുത്തറിയാനും ധാരാളമായി സമയം ചെലവഴിക്കുന്നു. ഇങ്ങനെ ചരിത്രവും വിശ്വാസവും ഫ്രഞ്ച് പൈതൃകവും മനോഹരമായ വാസ്തുവിദ്യയും ഒത്തുചേർന്ന ഒരു അപൂർവ അനുഭവമാണ് പോണ്ടിച്ചേരിയിലെ അവർ ലേഡി ഓഫ് ഏഞ്ചൽസ് ദൈവാലയം. ഇവിടെ ചെലവഴിക്കുന്ന ഓരോ നിമിഷവും മനസ്സിന് ശാന്തിയും കണ്ണുകൾക്ക് സൗന്ദര്യവും ചരിത്രത്തെക്കുറിച്ചുള്ള പുതിയ അറിവും സമ്മാനിക്കുന്നു. ഒരു ആരാധനാലയം എന്നതിലുപരി തലമുറകളുടെ വിശ്വാസവും സംസ്കാരവും സംരക്ഷിച്ചു നിൽക്കുന്ന ജീവനുള്ള പൈതൃക സ്മാരകമാണ് ഈ ദൈവാലയം. പോണ്ടിച്ചേരി സന്ദർശിക്കുന്നവർ തീർച്ചയായും കാണേണ്ട ഇടങ്ങളിൽ ഒന്നായി ഇതിനെ ഉൾപ്പെടുത്താൻ മറക്കരുത്. അങ്ങനെ സുഹൃത്തുക്കളെ, പോണ്ടിച്ചേരിയുടെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന അതിമനോഹരമായ ഔർ ലേഡി ഓഫ് ഏഞ്ചൽസ് ദൈവാലയത്തിന്റെ വിശേഷങ്ങൾ നമുക്കൊരുമിച്ച് കണ്ടറിഞ്ഞു. ചരിത്രവും വിശ്വാസവും ഫ്രഞ്ച് പൈതൃകവും മനോഹരമായ വാസ്തുവിദ്യയും ഒത്തുചേരുന്ന ഈ സ്ഥലം തീർച്ചയായും ഒരിക്കലെങ്കിലും നേരിൽ സന്ദർശിക്കേണ്ട ഒരിടമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്കും ഷെയറും നൽകി കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ സഹായിക്കൂ. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ഐക്കൺ അമർത്തുകയും ചെയ്യൂ. നിങ്ങളുടെ ഓരോ സബ്സ്ക്രിപ്ഷനും ഞങ്ങൾക്ക് വലിയ പ്രചോദനമാണ്. ചാനലിന്റെ വളർച്ചയ്ക്കും ഭാവിയിലെ മികച്ച യാത്രാ വീഡിയോകൾ ഒരുക്കുന്നതിനും നിങ്ങളുടെ പിന്തുണ വിലമതിക്കാനാവാത്തതാണ്. ഇത് നമ്മുടെ സൗത്ത് ഇന്ത്യൻ ട്രാവൽ വ്ലോഗ് സീരീസിന്റെ ആദ്യ ഭാഗം മാത്രമാണ്. വരും ദിവസങ്ങളിൽ പോണ്ടിച്ചേരിയിലെയും ദക്ഷിണേന്ത്യയിലെ മറ്റ് അത്ഭുതകരമായ സ്ഥലങ്ങളിലെയും വിശേഷങ്ങളുമായി പുതിയ എപ്പിസോഡുകൾ നിങ്ങളിലേക്കെത്തും. അതിനാൽ ഞങ്ങളോടൊപ്പം തന്നെ തുടരൂ. അടുത്ത മനോഹരമായ യാത്രാവിശേഷവുമായി വളരെ വേഗം വീണ്ടും കാണാം. അതുവരെ എല്ലാവരും സുരക്ഷിതരായിരിക്കൂ, സന്തോഷത്തോടെ ഇരിക്കൂ. ബൈ ഫ്രണ്ട്സ്, വീണ്ടും കാണാം. ബൈ.